നമ്മൾ ഈ വിശുദ്ധ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം, ഈ തീർത്ഥ സങ്കേതത്തിൽ നിറഞ്ഞിൽക്കുന്ന അഭിഷേകം നമുക്ക് അനുഗ്രഹമാണ്. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ വിശ്വാസം, ഇടതും വലതും മുൻപിലും പുറകിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ വിശ്വാസ അനുഭവങ്ങളുടെ ഉടമസ്ഥരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ വിശ്വാസം കൂടി ചേരുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ് ഇന്നത്തെ ഈ ബലിയർപ്പണം. എത്ര പേര് ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകമുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ മധ്യേ യേശു ഉണ്ടായിരിക്കുമെന്ന് ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം വളരെ പ്രകടമായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ട്. ഈശോ വാക്ക് പറഞ്ഞത് ആ വാക്ക് ഈശോ പാലിക്കും. ഇനി നമുക്ക് ഇത്ര സുന്ദരമായ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് നന്നായിട്ടൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ചോദിക്കാം. കുറേ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, നമ്മുടെ മനുഷ്യൻ്റെ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, കല്യാണം നടക്കാനോ, വീട് പണി പൂർത്തിയാകാനോ, കുടുംബത്തിലൊരു കുഞ്ഞ് ലഭിക്കാനോ, വിദേശത്തും നാട്ടിലും നല്ല ജോലി ലഭിക്കാനോ, എന്തെങ്കിലും കടബാധ്യത മാറാൻ, അങ്ങനെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് കൂടാത്തൊരു അനുഗ്രഹം നമുക്ക് ഈ സമയം ഗിഫ്റ്റ് ആയിട്ട് ചോദിക്കാം. നമുക്ക് മുഴുവൻ സമയവും ശ്രദ്ധയോടുകൂടി ഇരിക്കാം. എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. നമ്മുടെ സ്നേഹവും ഭക്തിയും വിശ്വാസവും ദൈവത്തിന് കൊടുക്ക്. നമ്മൾ ചോദിക്കുന്നത് അതിനേക്കാളും, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പോയാൽ മതി. കർത്താവേ, ഈ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊന്ന് തൊടണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ.